വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. നിങ്ങളുടെ പ്രവൃത്തികൾ ആത്മവിശ്വാസം നൽകുന്നില്ല. ആഭ്യന്തര അന്വേഷണം ഭരണഘടനാപരമല്ലെങ്കിൽ എന്തിന് സഹകരിച്ചുവെന്നും കോടതി ചോദിച്ചു. മോശമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ ചീഫ് ജസ്റ്റിസ് ഇടപെടാൻ ബാധ്യസ്ഥനാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആർ അച്യുതൻ ഡൽഹിയിൽ ചെയ്യുന്ന അച്യുതൻ, രൂക്ഷമായ വിമർശനമാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷമടക്കം ഇംപീച്ച്മെന്റ് മോഷണമൊക്കെയായി രംഗത്ത് വരുന്ന ഘട്ടത്തിൽ. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണത്തിനെതിരെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിൽ പറഞ്ഞത് ഇത്തരമൊരു ആഭ്യന്തര അന്വേഷണം, അത് ആ അന്വേഷണത്തിനെതിരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾക്കെതിരെയായിരുന്നു ഹർജി നൽകിയത്. ഇതിലാണ് ഈ സുപ്രീം കോടതി വീണ്ടും ഒരു വിമർശനം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉന്നയിച്ചത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോഴും സുപ്രീം കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ആഭ്യന്തര അന്വേഷണത്തിനെതിരെ തുടക്കത്തിൽ കോടതിയെ സമീപിച്ചില്ല എന്നതായിരുന്നു. നിലവിൽ ഇന്ന് വീണ്ടും ഒരു വിമർശനം ഉണ്ടാകുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ ആത്മവിശ്വാസം നൽകുന്നില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ വിമർശനം. നിങ്ങളുടെ പ്രവൃത്തി പലതും വിളിച്ചു പറയുന്നു. ആഭ്യന്തര അന്വേഷണം ഭരണഘടനാപരമല്ലെങ്കിൽ എന്തിന് സഹകരിച്ചു, അവർ വിളിപ്പിച്ച സമയത്ത് എന്തിന് അവർക്ക് മുന്നിൽ പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കുന്നു. ചീഫ് ജസ്റ്റിസ് നിർവഹിച്ചത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് എന്നതും സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ യശ്വന്ത് വർമ്മയുടെ ഹർജി അതിൽ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. സുഹൈൽ.